സജീവൻ, ഇതുവരെ വയലൻസ് ഒന്നും ഇല്ലാതെ ഒരു കോമഡി സിനിമ കാണുന്ന മൂഡിലാണ് കേരളത്തിലെ ജനങ്ങൾ ഈ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള പിടിവലികൾ, മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള പിടിവലികൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നോക്കൂ, പൊടുന്നനെ ഈ സാഹചര്യം ആകെ മാറുകയാണ്. ഒരു പ്രവർത്തകൻ ദേഹത്താകെ പെട്രോളൊക്കെ ഒഴിച്ചാണ് തെരുവിൽ നിന്നും വി.ഡി. സതീശനെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ ഞാൻ കത്തിക്കും, സ്വയം കത്തിക്കുമെന്ന് പറയുന്നത്. പിന്നീട് ഈ പ്രതിഷേധത്തിനിടെ ഫ്ലെക്സുകൾ, ഉമ്മൻചാണ്ടിയുടെ പടമുള്ള ഫ്ലെക്സുകൾ വലിച്ചു കീറുന്നതടക്കം വലിയ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ഇതിന്റെ കാരണം എന്താണെന്ന് പരിശോധിക്കുമ്പോഴാണ് കേരളത്തിലേക്ക് വന്ന നിരീക്ഷകർ അതിലൊരാളുടെ കയ്യിലിരുന്ന ലിസ്റ്റ് ഒരു മാധ്യമ പ്രവർത്തകൻ പകർത്തുകയാണ്. അതിൽ നമ്മൾ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ KC അനുകൂലികളായിരുന്നല്ലോ മത്സരിച്ചവരിൽ കൂടുതൽ. അവരൊക്കെ KCക്ക് തന്നെ പിന്തുണ അറിയിക്കുന്നു, അവിടെ ടിക്ക് രേഖപ്പെടുത്തുന്നു. പക്ഷേ ഒരാൾ മാത്രം, ഉദുമയിലെ നിയുക്ത MLA നീലകണ്ഠൻ മാത്രം ഞാൻ VDക്കാണ് പിന്തുണ എന്ന് പറയാതെ പറയുന്നുണ്ട്. ഇതിന് പിന്നാലെ ഞാൻ VD സതീശനെ വിളിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ VD സതീശൻ അർപ്പിച്ച പിന്തുണ പക്ഷേ ആ ലിസ്റ്റിൽ രേഖപ്പെടുത്തുന്നില്ല. അവിടെയാണ് പ്രശ്നം. അപ്പോൾ നിയുക്ത MLA-മാർക്കും കോൺഗ്രസിന്റെ അനുഭാവികൾക്കും ഹൈക്കമാൻഡിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതുകൂടിയാണോ ഈ വലിയ പ്രതിഷേധങ്ങളുടെ അർത്ഥം? തീർച്ചയായിട്ടും. കാരണം ഇവിടെ ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികളായിട്ട് വന്ന ആളുകൾ തന്നെ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് പെരുമാറുക എന്നുള്ള കാര്യം നേരത്തെ തന്നെ പല ആളുകളും സംശയം പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. കാരണം ഇവിടെ ഈ മത്സരരംഗത്തുള്ള ഞങ്ങൾ ഉണ്ട് എന്ന് പറയാതെ മത്സരരംഗത്ത് നിൽക്കുന്ന 3 പേരും ഞങ്ങളില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇത്രയും തർക്കം നടക്കുമ്പോൾ ഇവർക്കൊക്കെ വേണ്ടി പാലഭിഷേകം നടത്തുകയോ ഗോഗോ വിളിക്കുകയോ പ്രകീർത്തിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോഴും എനിക്ക് വേണ്ടി നിങ്ങളാരും ഇങ്ങനെ കെട്ടി ഇറങ്ങേണ്ട എന്ന് ഈ 3 പേരും പറയാത്തിടത്തോളം ഇവർ ഈ കളികളിലെ നായകന്മാരാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതുകൊണ്ട് എല്ലാ കളികളും ഇവർ കളിക്കും. അതിൻ്റെയൊക്കെ ഭാഗമാണ് ഹൈക്കമാൻഡ് ഇവിടെ തലയെണ്ണാൻ വരുന്നു. ഇവിടെ വസന്ത് പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിയിലുള്ള ഒരു കൃത്യമായിട്ടുള്ള സിസ്റ്റമുണ്ട്, ആ സിസ്റ്റമാണ് നടക്കുന്നതെന്ന്. വസന്തിന് പരിചയമുള്ളതിനേക്കാൾ കൂടുതൽ ഈ കുറച്ചു കാലത്തെ രാഷ്ട്രീയ പരിചയം എനിക്കുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയും കാലത്തിനിടയിൽ ഇങ്ങനെ ഈ രീതിയിൽ ഇവിടെ സാധാരണഗതിയിൽ MLA-മാരായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ യോഗം വിളിക്കുന്നു. അവർ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇന്നയാളാവണമെന്ന് ഭൂരിപക്ഷാഭിപ്രായം പറയുന്നു. അങ്ങനെ ഭൂരിപക്ഷത്തിനനുസരിച്ചിട്ട് അദ്ദേഹത്തെ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയാക്കുന്നു എന്നുള്ളതൊക്കെ പറയാം. പക്ഷെ അതാണ് ഇവിടെ നടക്കാറുള്ളത്? അതല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. രണ്ടാമത്തെ കാര്യം, ഇവിടെ അബ്ദുറഹ്മാൻ എണ്ടത്താണി പറഞ്ഞത് വസന്ത് പറഞ്ഞതിന് തികച്ചും വിരുദ്ധമായ കാര്യമാണ്. കോൺഗ്രസിലെ സിസ്റ്റം ഇതാണ് എന്ന് വസന്ത് പറയുമ്പോൾ ഇവിടെ അബ്ദുറഹ്മാൻ പറയുന്നത് ഞങ്ങളുടെ പാർട്ടി കൃത്യമായിട്ട് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ഇതുവരെ എനിക്ക് പരിചയമുള്ളിടത്തോളം നമ്മളൊക്കെ ഈ കേരള രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയമൊക്കെ ആഴത്തിൽ പഠിക്കുകയോ പഠിച്ചുകൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളാണല്ലോ. ഇത് കേരളത്തിലെ മാത്രം എടുത്തു കഴിഞ്ഞാൽ R. ശങ്കർ മുതലാണല്ലോ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരുണ്ടാവുന്നത്. R. ശങ്കർ മുതൽ അവസാനത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടി, ഈ ആളുകളെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്നയാളെ ആക്കട്ടെ എന്ന് ഒരു ഘടകകക്ഷിയോടും ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ പാടില്ല. അതങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ലീഗ് അവർക്ക് 4 മന്ത്രിമാരെ അല്ലെങ്കിൽ 5ാമത്തെ മന്ത്രി ഉണ്ടായേക്കാം. അപ്പോൾ ഈ മന്ത്രിമാർ തീരുമാനിക്കുന്നത് കോൺഗ്രസിനോട് അഭിപ്രായം ചോദിച്ചിട്ടല്ലല്ലോ. കുഞ്ഞാലിക്കുട്ടി വേണോ, ഷാജി വേണമോ, മറ്റാരെങ്കിലും വേണമോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരുടെ പാർട്ടിയാണത്, അവരുടെ അധികാരമാണ്. അതേപോലെ കോൺഗ്രസിനും അധികാരമുണ്ട്. പക്ഷേ ഇവർ 2 പേരും പറയുന്ന വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഇവിടെ നമ്മളാരും ഇവരോട് ബഹളമുണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ കോൺഗ്രസിൻ്റെ രീതി അനുസരിച്ചിട്ട് അവർക്കിതൊക്കെ ചെയ്യാം, അതിന് സമയമെടുക്കാം. ഒരാഴ്ചയോ 2 ആഴ്ചയോ 3 ആഴ്ചയോ ഒക്കെ വെച്ചുകൊണ്ട് ഈ പ്രോസസ്സ് മുഴുവൻ നടക്കാം. നമ്മളാരൊന്നും പക്ഷേ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ ഭീകരമായൊരു, താങ്കൾ തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ വരട്ടെ, ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കാം, ഞങ്ങൾക്ക് ജയിപ്പിക്കാൻ അറിയുന്ന പോലെ തന്നെ തോൽപ്പിക്കാനും അറിയാമെന്ന് പറയുന്നത് CPM-കാരല്ല, CPI-ക്കാരല്ല, BJP-ക്കാരല്ല, മറ്റാരുമല്ല, കോൺഗ്രസ്സുകാരാണ്. ലീഗുകാർ പോലുമല്ല, കോൺഗ്രസ്സുകാരാണ് പറയുന്നത്. ഞങ്ങളുടെ ഏറ്റവും ഉന്നതനായ നേതാവ്, ഹൈക്കമാൻഡിൻ്റെ ഭാഗമായ നേതാവിനെ കുറിച്ചാണ് അവർ പറയുന്നത്. അപ്പോൾ വളരെ മോശമായ രൂപത്തിൽ താങ്കൾ പറഞ്ഞ പോലെ കോമഡിയായി തുടങ്ങിയത്
അക്രമത്തിലേക്ക് പോകുന്നു, അതൊരു വയലൻസിലേക്ക് പോകുന്നു, ഇനി ട്രാജഡിയിലേക്ക് പോകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഈ മണ്ണെണ്ണ ഒഴിച്ചുള്ള പരിപാടികളൊക്കെ, പെട്രോൾ ഒഴിച്ചുള്ള പരിപാടികളൊക്കെ പോകുന്നു. ഇപ്പൊ ഇത് സത്യത്തിൽ നമ്മൾ ആരും പറഞ്ഞു ചെയ്യിച്ച ഒരു പ്രതികരണം വരുന്നുണ്ടെന്ന് തോന്നുന്നു. സോറി, രമേശ് ചെന്നിത്തല അവരിപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഡൽഹിയിലേക്ക് എത്തണമെന്ന് ആവശ്യപ്പെട്ടു. അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നത്. ഒബ്സർവേഴ്സ് റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിനുശേഷമുള്ള ചർച്ചകൾക്കായിരിക്കും അവർ വിളിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ആ ചർച്ചകൾക്ക് ശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡ്, കോൺഗ്രസ് പ്രസിഡന്റും ശ്രീ രാഹുൽ ഗാന്ധിയും കൂടി കേരളത്തിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറെ പ്രഖ്യാപിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, ശ്രീയ സജീവൻ, അവർ ഡൽഹിക്ക് പുറപ്പെടുന്നതിന് മുൻപുള്ള പ്രതികരണമാണ്, താങ്കൾക്ക് തുടരാം. അല്ല, ഇപ്പോൾ രമേശ് പറഞ്ഞ പോലെ നമ്മൾ നോക്കേണ്ടത്, അദ്ദേഹം പറഞ്ഞുള്ള കാര്യം, അദ്ദേഹം ഈ രംഗത്തില്ല എന്നുള്ളതല്ല, അദ്ദേഹത്തെ വിളിച്ചിട്ട് പോകുന്നു. അതിൻ്റെ അടുത്ത് ഈ നടന്ന കാര്യങ്ങളുടെയൊക്കെ പ്രശ്നം അത് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് അനുകൂലികൾ ചെയ്താലും, ഈ സതീശൻ്റെ അനുകൂലികൾ ചെയ്താലും, ഈ KC വേണുഗോപാലിൻ്റെ അനുകൂലികൾ ചെയ്താലും, ഇതൊക്കെ ഇവരുടെ അറിവോട് കൂടിയിട്ടോ ഇവരുടെ സമ്മതത്തോടു കൂടി, അല്ലെങ്കിൽ അവർ നിഷേധിക്കണം. ഇങ്ങനെയുള്ള പരിപാടികൾ കോൺഗ്രസിൽ പറ്റില്ല എന്ന് ഹൈക്കമാൻഡ് പറഞ്ഞിട്ട് പരസ്യമായിട്ട് ഒരു പ്രതിഷേധവും പരസ്യമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനവും പാടില്ല എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് പറഞ്ഞിട്ട് KPCC പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നു. ഞങ്ങൾ തോൽപ്പിക്കും, ജയിപ്പിക്കും എന്നൊക്കെ പറയുന്നു, പോസ്റ്ററിൽ കരിയോയിൽ ഒഴിക്കുന്നു, ആത്മഹത്യാ ഭീഷണി നടത്തുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇതൊക്കെ ഇവരുടെ താല്പര്യമാണ്. നമ്മൾ ഈ പ്രോസസ്സിനെ കുറിച്ച് ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ വിളിപ്പിച്ചു, ദീപാദാസ് മുൻഷി പറഞ്ഞിട്ട് രമേശ് അവിടെ പോകുന്നു, അതിന് ശേഷം ചർച്ചകൾ നടക്കുന്നു. അതിലൊന്നും നമുക്ക് ആർക്കും എതിർപ്പില്ല, അത് നല്ല കാര്യമാണ്, കോൺഗ്രസിനെ ചെയ്യാം. പക്ഷേ എന്തിനാണ് തെരുവിൽ ഈ യുദ്ധം? 102 ഇത്രയും സീറ്റുകൾ 100 കിട്ടുമോ എന്നുള്ള സംശയമൊക്കെ പല ആളുകൾക്കുണ്ടായിരുന്നെങ്കിൽ പോലും അത് കിട്ടി. അതിനപ്പുറത്തേക്ക് കിട്ടിയിട്ട് ഈ ഇത്രയും സീറ്റ് കിട്ടിയതിന് ശേഷം എന്തിനാണ് ഇത്തരത്തിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും തെരുവ് യുദ്ധങ്ങളും? ഇപ്പോൾ ഇത് പറയുമ്പോൾ നേരത്തെ വസന്ത് ഇവിടെ ഉടൻ VS ജീവിച്ചിരിപ്പില്ലാത്ത ഒരാളാണ്. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ച കാര്യം നമുക്ക് ഏത് കാലത്താണെന്ന് അറിയാം, ഇതൊക്കെ പോയ കാലമാണ്. അതുള്ളത് കൊണ്ട് CPM അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നത് കൊണ്ട് ഇവിടെ നടക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണോ? ഇത് സത്യത്തിൽ നമുക്കറിയാമല്ലോ, ഇവിടെ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും സീറ്റ് UDF കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ വിജയം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരുടെ വിജയമല്ല. കോൺഗ്രസ് മാത്രം വോട്ട് ചെയ്തിട്ടാണ് ഇത് കിട്ടിയതെന്ന് വിചാരിക്കുന്നുണ്ടോ? ഈവൻ LDF CPMR പോലും വോട്ട് ചെയ്തു എന്നാണ് CPMൻ്റെ തോറ്റ മത്സരത്തിൽ തോറ്റ സ്ഥാനാർത്ഥികൾ പോലും പറയുന്നത്. അപ്പോൾ ഇവിടെ സ്വതന്ത്രരായിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ വോട്ട് ചെയ്താണ്. അവരുടെ മുമ്പ് മുഖത്ത് നോക്കിയിട്ട് ഞങ്ങൾ ഇതിങ്ങനെയൊക്കെ ചെയ്യും എന്ന് പറയുന്നത്, ഇതാണ് ഏറ്റവും വലിയ താങ്കൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യത്തെ പൂർണ്ണമായിട്ടും ചവിട്ടി അരയ്ക്കുന്ന പരിപാടിയാണിത്. അവരുടെ സമയമെടുത്തുള്ള പ്രോസസ്സിനൊന്നും നമുക്ക് എതിർപ്പില്ല. പക്ഷേ ജനാധിപത്യത്തെ അവഹേളിക്കരുത് എന്ന് മാത്രമാണ് ഇവിടെ പറയാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.